നമ്മുടെ മാത്യു സാമുവലിൻ്റെ ചാനൽ നമ്മുടെ ഗവൺമെൻറ് എടുത്ത് വെളിയിൽ കളഞ്ഞിട്ടുണ്ട്. അതിന് കാരണമൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ആർമീനെ കുറിച്ചൊക്കെ തെറ്റായുള്ള കാര്യങ്ങൾ ഇട്ടുകൊണ്ടാണ്. പുള്ളിയുടെ ഉടായ്പ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ മേജർ രവിയും നമ്മുടെ അനിൽ മുഹമ്മദും സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ട് ഇവരെ ഊടായ്പ, മാത്യു സാമിൻ്റെ ഊടായ്പ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ പരനാറി ഈ ചങ്കൂറ്റമുണ്ടെങ്കിൽ അവനത് പബ്ലിക്കിൽ പറയട്ടെ, ഏത് എയർ മാർഷലിനെയാണ് അവൻ വിളിച്ചതെന്നുള്ളത്. ഇവനെന്ത് പബ്ജി കളിക്കുകയാണ്, ഇവൻ തല്ലി വട്ടായിരിക്കുന്നു പബ്ജി കളിച്ചിട്ട്. അവനുള്ള പണി ഞാൻ മിനിഞ്ഞാന്ന് ഈ ന്യൂസ് കണ്ട വഴിക്ക് തന്നെ ഞാൻ ഓങ്ങി വെച്ചതാണ്. കാരണം ഇവൻ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവനെ പണ്ടത്തെ ഇവന്റെ ഫുള്ള് അപ്പൊ മിനിഞ്ഞാന്നുള്ളത് അത് കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് ഇവന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ കംപ്ലീറ്റ് പ്രൂഫ് ഇവന്റെ ഫ്രോഡ് കേസുകളില് എല്ലാം എന്റെ കയ്യിൽ കൊണ്ടു തന്നു. സാറ് ഇത് എന്താ ചെയ്തോ, എങ്ങനെ പറയാം. അപ്പൊ ഞാനിപ്പോ അതൊന്നും എടുക്കുന്നത് അവിടെ നിൽക്കട്ടെ. പക്ഷെ പിന്നെ അത് വായിച്ചപ്പോഴാണ് ഇവൻ പോലും ഇത്രയും ഒരു പണത്തിന് വേണ്ടി മാത്രം എത്ര ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡോക്ടർ അവരുടെ ഭാര്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് അതെല്ലാം എന്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് ഞാൻ അറിയുന്നത്. 2 കോടി എറണാകുളത്ത് ഓഫീസ് തുടങ്ങാനെന്നും പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം മോഹൻലാലിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ കറങ്ങി. അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ മോഹൻലാലിനെ തെരുവിളിച്ചുകൊണ്ട് നടക്കുന്നു. അവിടെ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് ട്രാപ്പ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ അവന്റെ ചാനൽ, എന്നിട്ട് ഞാൻ ഇവന്റെ ചാനൽ തുറന്നു ആദ്യം കാണുന്നത് അക്കൗണ്ട് നമ്പറാണ്. ഒരു യൂട്യൂബ് ചാനലിലെ അക്കൗണ്ട് നമ്പർ ഞാൻ എന്റെ ഇത് വികസിപ്പിക്കുന്ന ഇങ്ങനെയാണോ അനില്? രാജ്യം ഒരു യുദ്ധത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ മൊറാൽ ബൂസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ ഇവിടെ വന്നിട്ട് 5 റാഫേൽ പോയി. ഇവന്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്താണോ ഇന്ത്യക്ക് പാകിസ്ഥാൻ അവിടെ തോക്ക് ചൂണ്ടുമ്പോഴത്തേക്കും വീഴുന്ന റാഫേൽ എന്ന് പറയുന്നത്? റാഫേൽ അത്രയും ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ്. ഇവനൊക്കെ പറയുമ്പോ ഇവന് ഒരു ബുദ്ധിയില്ല. അതോ അത് വീണിരിക്കുന്നത് ഇന്ത്യയിൽ, അവൻ ഇട്ടിരിക്കുന്ന ഫോട്ടോ ഫുൾ കാശ്മീരീസ് 4 വശം നിൽക്കുന്നത് പോലെ. പാകിസ്ഥാനിൽ പോയ റാഫേൽ എങ്ങനെയാണ് അതിലെ ഇന്ത്യയിൽ വന്ന് വീണ്? വെറുതെ പറയാണ്. അല്ല, അതിന്റെ വേറൊരു വിശദീകരണം അതെന്താണ്? ഞാൻ അവിടുത്തെ എയർ മാർഷലുമായി സംസാരിച്ചു. അതിൽ വേറൊന്നറിയോ, എന്റെ ബാച്ച്മേറ്റ്, എന്റെ ഒറിജിനൽ ബാച്ച്മേറ്റ് 84 ഡിസംബറിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ആളെന്ന ആർമി ചീഫ് ജനറൽ ദ്വിവേദി. അതുപോലെ തന്നെ കാശ്മീരിലെ കമാൻഡ് ചെയ്യുന്നത് ജനറൽ സുജീന്ദർ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പാസ് ഔട്ട് ആയതാണ്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിനെ യൂസ് ചെയ്തിട്ട് നമുക്കൊന്നും നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചാലും ഓൾ ഓക്കെ ദാറ്റ്സ് ഓൾ. അല്ലാതെ ഇവനെ പോലെ പറയുമ്പോഴത്തേക്കും എയർ മാർഷൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ പരനാറി ഈ ചങ്കൂറ്റമുണ്ടെങ്കിൽ അവനത് പബ്ലിക്കിൽ പറയട്ടെ, ഏത് എയർ മാർഷലിനെയാണ് അവൻ വിളിച്ചതെന്നുള്ളത്. ആ എയർ മാർഷലിനെ കോർട്ട് മാർഷൽ ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സെറ്റപ്പും എനിക്ക് ചെയ്യാനുള്ള ഇന്ന് ദൈവീകരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു എയർ മാർഷൽ അവിടെ നടക്കുന്ന കാര്യങ്ങള് ഇവന്റെ അടുത്ത് പറഞ്ഞെങ്കില് സംതിങ് റോങ്. അത് വെറുതെ പറയുന്നതാവും, ഇയാള് വെറുതെ അവകാശപ്പെടുന്നതാവും. കൂടുതലല്ലാതെ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 2-3 ചാനലുകൾ ഒരു പെൺകുട്ടി നന്നായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് അത് കേൾക്കാൻ. കാരണം ഇത്രയും ഞാൻ ഇങ്ങനെ ഒരാളെയും ഞാൻ തെരുവിളിച്ചിട്ടില്ല. അതിന്റെ രാജ്യത്തിന്റെ പ്രശ്നമാണ്. രാജ്യം നമ്മൾ നിന്നിട്ട് ഒറ്റക്കെട്ടായി നിന്നിട്ട് എന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കൊല്ലത്തുള്ള പയ്യൻ അവിടെ രാജേഷ് ബിക്കാനീറിൽ ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ്. ഞാൻ രാത്രി 3 മണിക്കാണ് അവന്റെ അടുത്ത് വിളിച്ചു പറയുന്നത്, നീ അവിടുന്ന് ഇറങ്ങി പോരെ മോനെ, സംഭവം കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ഇല്ല ചേട്ടാ, ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് പോവാണ്. നമ്മളിങ്ങനെ ഓരോരുത്തരെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്തും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാരെ പേടിപ്പിക്കും. ഇവൻ പേടിപ്പിക്കുമ്പോ 5 റാഫേൽ ഇവൻ ആദ്യം തുടങ്ങിയത് 1. ഇവനെന്ത് പബ്ജി കളിക്കുകയാണ്, ഇവൻ തല്ലി വട്ടായിരിക്കുന്നു പബ്ജി കളിച്ചിട്ട്. എന്നിട്ട് റാഫേലിന്റെ കാര്യം പറയുന്നു. അല്ല, എന്തൊരു ക്രൂരതയാണ്. ഇതുപോലെ പുള്ളി സാധാരണ ചാനലിൽ വാർത്ത ചെയ്യുമ്പോഴെല്ലാം ഇതുപോലെ ബോഗസ് ആയിട്ട് ഓരോരുത്തരെ പറയും, മറ്റേടത്ത് നിന്നാളിനെ വിളിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഇതിലും കയറി പറഞ്ഞതാ അനിൽ. ഇത് എന്താണെന്ന് വെച്ചാൽ ഇവൻ പണ്ട് ഇവനൊരു തേൽക്ക എന്ന് പറയുമ്പോൾ പേര് തേൽക്ക സാമുവൽ എന്നാണ്. ഇവൻ ഈ പെണ്ണുങ്ങളെ വെച്ചിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് മറ്റുള്ളവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഹണി ട്രാപ്പ് ചെയ്ത് അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരുത്തരാണ് ഇവൻ. ഇവനിപ്പോ കേരളത്തിൽ എവിടെയാണെന്നുള്ളതാണ് ഞാൻ അന്വേഷിക്കുന്നത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏതായാലും നമുക്ക് നേരിട്ട് കാണാമെന്ന് എന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ രാജ്യദ്രോഹി, സാമൂഹ്യദ്രോഹി എന്നൊക്കെ പറഞ്ഞ് എന്നെ ഏതാണ്ടൊക്കെ പറഞ്ഞിരുന്നു. അവനെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ക്രൗഡ് ഫണ്ടിങ് എന്നും പറഞ്ഞ് ഇവര് 3 കോടി ഇപ്പൊ സംഘടിപ്പിച്ചിട്ടുണ്ട്.
അപ്പൊ ഏതായാലും ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ ഇവനെ കൊടുക്കുന്നുണ്ടെങ്കിൽ, ആളുകൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ ആള് ഇവനെ പോലെ തന്നെ രാജ്യദ്രോഹികളാണല്ലോ. അവരുടെ പേരിലും വരും അന്വേഷണം. രാജ്യം ഇന്ന് വേറെ ലെവലിലാണല്ലേ. നീ പണ്ടൊക്കെ ഇരുന്നിട്ട് വല്ലവനെയൊക്കെ തെരുവിളിച്ച് രാജ്യത്തിനെ തെരുവിളിച്ചിട്ടുണ്ടെങ്കിൽ യു കൻ എസ്കേപ്പ്, ബട്ട് ടുഡേ യു കാണ്ട്. എന്തായാലും നമ്മുടെ മാത്യു സാമുവൽ മൊത്തത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ ഇംഗ്ലീഷ് ചാനൽ മാത്രമേ നിലവിലുള്ളൂ. അതിനകത്ത് കയറിയിട്ട് ഇന്ന് ഇട്ട വീഡിയോ ഞാൻ നോക്കിയപ്പോൾ രാജ്യത്തിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് മാത്രമേ പുള്ളി സംസാരിക്കുന്നുള്ളൂ. എന്തായാലും നല്ല 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ള കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടാം.